അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമുക്കറിയാം എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കുന്ന തിരക്കിലായിരിക്കും. അപ്പോൾ നമ്മുടെ ഈഗിൾ ഐ വ്യൂ എന്ന നമ്മുടെ ചാനലിന്റെ വകയായിട്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. അതുകൂടാതെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് നമ്മളൊരു പുതിയൊരു പരിപാടിയും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ സബ്സ്ക്രൈബർ വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സർപ്രൈസും കൂടി നമ്മൾ ഇപ്രാവശ്യം കൊണ്ടുവരുന്നുണ്ട്. സർപ്രൈസ് എന്ന് പറഞ്ഞാൽ യൂട്യൂബില് ഇത് ഓൾറെഡി ആരൊക്കെ ചെയ്തിട്ടുള്ളത് തന്നെയാണ്. പക്ഷെ നമ്മുടെ ചാനലിൽ നമ്മൾ ആദ്യമായിട്ടാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ന്യൂ ഇയറും ക്രിസ്മസും ഒക്കെ അല്ലേ വരാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നമ്മുടെ ചാനലിന്റെ വക ഒരു കുഞ്ഞു സമ്മാനം കൊടുത്താലോ എന്ന് നമുക്കൊരു ചിന്ത. അപ്പൊ അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്കൊരു ഗിവ് അവേ നടത്തണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ക്രിസ്മസ് ദിനായിട്ടുള്ള ഇന്ന് ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ഇനി ഗിവ് അവേക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ഇപ്പം നമ്മളൊരു വീഡിയോ ഇടാൻ പോകുന്നുണ്ട്. നമ്മൾ പോയിട്ടുള്ള ഗുരുവായൂരത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഉള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ആ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് ഇരുന്ന് കാണുക. അപ്പോൾ അതിനകത്ത് ഞാൻ പറയുന്ന ഒരു കാര്യം ഈ വീഡിയോൻ്റെ അവസാനം ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തരുന്നുണ്ട്. അപ്പോൾ അത് എന്താണെന്നുള്ളത് വീഡിയോ കണ്ടവർക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. ചെറിയൊരു ക്വസ്റ്റ്യൻ അത്രേ ഉള്ളൂ. ആ വീഡിയോയിൽ ഞാൻ പറയുന്നത് തന്നെയാണ്. അപ്പോൾ ആ വീഡിയോയിൽ പറയുന്ന ആ കാര്യം നിങ്ങൾ അത് കേട്ട് അതെന്താണെന്നുള്ളത് ഈ വീഡിയോന്റെ അടിയിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി. അത്രേ ഉള്ളൂ, ഒരു കുഞ്ഞു കാര്യമാണ്. അപ്പൊ ഒരുപാട് പേര് കറക്റ്റ് ആൻസർ തരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നറുക്കിട്ടിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ അത് നമ്മൾ എപ്പോഴാ ചെയ്യുക? ജനുവരി 1 ന്യൂ ഇയറിനായിരിക്കും നമ്മൾ നറുക്കിടാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ നറുക്കിട്ടെടുക്കുന്ന ഒരാൾക്ക് നമ്മുടെ ചാനലിന്റെ വക ഒരു ചെറിയൊരു പുതുവത്സര സമ്മാനം. അപ്പൊ അതാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ വീഡിയോ കണ്ടിട്ട് വരാം. ചെറിയൊരു വീഡിയോ ആണ്, വലിയ ലെങ്ത്തുള്ള വീഡിയോ ഒന്നുമില്ല. എല്ലാവരും ആ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതിനിടയിലാണ് ആ ക്വസ്റ്റ്യന് വേണ്ടിയിട്ടുള്ള ഹിന്റ് വരുന്നത്. അപ്പൊ എന്താ, നമുക്ക് വീഡിയോയിലേക്ക് പോയിട്ട് വരാം. ഗുരുവായൂരേക്കുള്ള യാത്രയിൽ നമ്മുടെ കൂടെ എല്ലാ സഹായങ്ങളൊക്കെ ചെയ്തു തന്ന് നമ്മുടെ കൂടെ ഉണ്ടായ നമ്മുടെ ഒരു സുഹൃത്താണ് വിനീഷ് ഗുരുവായൂർ എന്ന് പറഞ്ഞ ഇപ്പോൾ ഈ വീഡിയോയിൽ കണ്ട ചേട്ടൻ. അടുത്തതായിട്ട് നമ്മൾ പോകാൻ പോകുന്നത് ആനക്കൊട്ടിലേക്കാണ്. സത്യം പറഞ്ഞാൽ ഗുരുവായൂർ എത്തിയ സമയത്ത് ആ ചേട്ടൻ ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ രാത്രി എത്തിയെങ്കിലും താമസ സൗകര്യവും അതേപോലെ ഈ ആനക്കൊട്ടിൽ കറക്റ്റ് സമയത്ത് എത്തിച്ചേരാനും പറ്റിയത്. ഗുരുവായൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ആനക്കോട്ടയായ പുന്നത്തൂർ കോട്ടയിലെ കാഴ്ചകളാണ് ഇതൊക്കെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആനകളെ കാണാൻ പറ്റുന്നതാണ്. അതുപോലെ ആനകളുടെ പരിപാലനവും ശുശ്രൂഷിക്കുന്നതൊക്കെ നമുക്ക് ഇവിടെ വന്നാൽ കാണാം. അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് വിനോദ് ഗുരുവായൂർ എന്ന് പറഞ്ഞ ഒരു സെലിബ്രിറ്റീനെയാണ്. കുറച്ച് മുന്നേ നമ്മൾ പറഞ്ഞ വിനീഷ് ഗുരുവായൂർ എന്ന് പറഞ്ഞ ആളുടെ അനിയനാണ് വിനോദ് ഗുരുവായൂർ എന്ന് പറയുന്ന ഈ ചേട്ടൻ. ആൾ കുറച്ച് സിനിമകളിലും അതേപോലെ ആൽബത്തിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ആളാണ്. അതുപോലെ ഫോട്ടോഗ്രാഫറാണ്, ഡബ്ബിംഗ് ആർട്ടിസ്റ്റൊക്കെ ആണ്. അമ്മ, അമ്മായിയമ്മ, കമ്മൽ, സൈമൺ ഡാനിയൽ, തൃശ്ശൂർ പൂരം അങ്ങനെ കുറച്ചധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്.
വില്ലൻ വേഷത്തിലാണ് പ്രധാനമായിട്ടും സിനിമകളിൽ എത്തിയിട്ടുള്ളത്. അതുപോലെ ആൾ ആദ്യമായി നായക വേഷത്തിൽ അഭിനയിച്ച ആൽബമാണ് മാൻമിഴി എന്ന് പറയുന്ന ആൽബം. യൂട്യൂബിൽ വളരെ നല്ല ഹിറ്റായ, അത്യാവശ്യം നല്ല പ്രേക്ഷക ശ്രദ്ധ ലഭിച്ച ഒരു ആൽബമാണ് ഈ മാൻമിഴി എന്ന് പറയുന്നത്. അതേപോലെ വദനം എന്ന് പറയുന്ന ഒരു ആൽബത്തിലും കൂടെ ചേട്ടൻ അഭിനയിച്ചിട്ടുണ്ട്. ഈ ആൽബത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ആനക്കൊട്ടിലെ വിശേഷങ്ങൾ. ആനകളെയൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർ ആനക്കൊട്ടിൽ വന്നാൽ വളരെ നല്ല കാഴ്ചകൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. വീഡിയോ ഒക്കെ കണ്ടില്ലേ? അപ്പോൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് ഇനി ക്വസ്റ്റ്യൻ ചോദിക്കാറില്ലേ? അധികം നമ്മൾ പറഞ്ഞു കേട്ടിപ്പിക്കുന്നൊന്നുമില്ല. അപ്പോൾ ആ വീഡിയോയിൽ ചെറിയൊരു ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ അത്രേ ഉള്ളൂ. അപ്പൊ ഒരു ഫണ്ണായിട്ട് മാത്രം എടുക്കുക. ഇതിനകത്ത് വലിയ ജനറൽ നോളജോ കാര്യങ്ങളോ. അപ്പോൾ എന്താന്ന് വെച്ചാല് ഞാനിപ്പോ ആ വീഡിയോയിൽ ഒരു സെലിബ്രിറ്റീനെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പൊ നമ്മൾ പോയപ്പോ കണ്ടതാണ്. അപ്പൊ ഒരു സെലിബ്രിറ്റീനെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ആ ചേട്ടനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിനകത്തുനിന്ന് ആ ചേട്ടൻ അഭിനയിച്ച കുറച്ച് ഷോർട്ട് ഫിലിംസിന്റെ ആൽബത്തിന്റെയും ഫിലിംസിന്റെ ഒക്കെ പേര് പറയുന്നുണ്ട്. അപ്പൊ അതില് ആ ചേട്ടൻ നായകനായിട്ട് അഭിനയിച്ച ആദ്യത്തെ ആൽബത്തിന്റെ പേരെന്താണ് അല്ലേ? അതൊരു സിമ്പിൾ കാര്യമാണ്. അപ്പൊ ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാവും. അപ്പൊ അത് എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് പെട്ടെന്ന് തന്നെ കമന്റ് ചെയ്തോളൂ. അപ്പൊ ഇതിന്റെ ടൈം എന്ന് പറയുന്നത് ഇപ്പൊ ഈ വീഡിയോ ഇപ്പൊ ഈ സമയം മുതൽ ജനുവരി 1 വരെ അല്ലെ? ജനുവരി 1 വൈകുന്നേരമായിരിക്കും നമ്മൾ നറുക്കെടുപ്പിലൂടെ ആരാന്ന് പറയാൻ പോകുന്നത്. അപ്പൊ വൈകുന്നേരം 5 മണി വരെ ടൈം കൊടുക്കാം നമുക്ക്. അപ്പൊ അതാണ് അതിന്റെ ടൈം ഗ്യാപ്പ്. അപ്പൊ പെട്ടെന്ന് തന്നെ കാണുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് പങ്കെടുക്കുക, വിജയിക്കുക. അപ്പൊ വേഗത്തിൽ തന്നെ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ പരിപാടി കണ്ട് അതിനുവേണ്ട കമന്റ്സ് വേഗം രേഖപ്പെടുത്താം. ഓക്കെ, വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്